ഒരു കാലത്ത് കോഴിക്കോട് നഗരത്തിന്റെ കച്ചവട മുഖമായിരുന്ന പാളയം മാർക്കറ്റിലെ കെട്ടിടങ്ങൾക്ക് ബലക്ഷയമെന്ന് കാലിക്കറ്റ് എൻഐസിയുടെ റിപ്പോർട്ട്. ശക്തമായ കാറ്റിലും മഴയിലും കെട്ടിടങ്ങൾ തകരാം. മാർക്കറ്റ് നവീകരിക്കുന്നത് പ്രായോഗികമല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കുന്നത് പൂർണ്ണമായും നിർത്തിവെച്ചു. അതേസമയം പാളയം മാർക്കറ്റ് മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് UDFന്റെ നിലപാട്. പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റോറേഡാണ്, ഷെഡുകളാണ്. 3 ചുമരുകളും അതിൻ്റെ മുകളിൽ ഷീറ്റിട്ടതാണ് പാളയം മാർക്കറ്റ്. മറ്റേത് ബസ് സ്റ്റാൻഡും അനുബന്ധ മേഖല കെട്ടിടങ്ങളാണ്. അത് പൊളിക്കുന്നതിൽ ഞങ്ങളാരും എതിരല്ല. പക്ഷേ മാർക്കറ്റ് കെട്ടിടം എന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇവിടെ സമർപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്തിനെന്ന് വെച്ചാൽ അവിടെയുള്ള തൊഴിലാളിയും കച്ചവടക്കാരെയും പൂർണ്ണമായി അവിടുന്ന് ഒഴിപ്പിച്ച് ഈ സ്ഥലം മറ്റൊരാൾക്ക് ക്ലിയർ ചെയ്യാനുള്ള തീവ്ര യജ്ഞവും മുൻകാല ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ ചില കൈമാറ്റങ്ങളൊക്കെ നടന്നു എന്ന് വേണം നമുക്കിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇത്ര വ്യഗ്രത കാണിക്കുന്നത്. ഇത് ധൃതി പിടിച്ച് നടപ്പിലാക്കുന്നതിൽ ദുരൂഹതയുണ്ട്. ഇതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുകയാണ്. അല്ല, മാർക്കറ്റ് അവിടെ നല്ല സമുച്ചയം നമ്മൾ വരണം, ഇവിടെ തന്നെ മാർക്കറ്റ് സ്ഥാപിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം. സിനോജ് തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജ്, ഈ പാളയം മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഏറെ പ്രശ്നങ്ങൾ അവിടെ നിലവിലുള്ളതാണ്. പുതിയ മാർക്കറ്റിലേക്ക് മാറാൻ തയ്യാറാകാത്ത ആളുകളുണ്ട്. പക്ഷേ കെട്ടിടങ്ങളൊക്കെ അൺഫിറ്റ് ആണ് എന്ന് NICയുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇനി എന്താണ് പരിഹാരം? അതായത് പാളയം മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തണമെന്നാണ് അവിടുത്തെ വ്യാപാരികളുടെയും വഴിയോര കച്ചവടക്കാരുടെയൊക്കെ തന്നെ ആവശ്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കല്ലൂത്താനം കടവിൽ 5 ഏക്കറിലുള്ള പുതിയ പാളയം മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ വ്യാപാരികൾ അവിടേക്ക് മാറാൻ കൂട്ടാക്കില്ല. ഇപ്പോൾ പഴയ പാളയത്ത് തന്നെയാണ് കച്ചവടം ചെയ്യുന്നത്. അതിനിടയിലാണ് കാലിക്കറ്റ് NICയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് പാളയം മാർക്കറ്റ് അപകട ഭീഷണിയിലാണ്. അവിടെ പഠനം നടത്തിയ സമയത്ത് ചെങ്കല്ല് കൊണ്ടാണ് ആ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അത് വിള്ളൽ വീണിട്ടുണ്ട്. ഒപ്പം തന്നെ മേൽക്കൂര മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും തകരുന്ന അവസ്ഥയിലാണ്. പല ഭാഗത്ത് അനധികൃത നിർമ്മാണങ്ങളുണ്ട്. അതും പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും വന്നാൽ പാളയം മാർക്കറ്റ് തകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് അൺഫിറ്റ് ആണെന്ന റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് നവീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കെട്ടിടത്തിന് മൂല്യം വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായി നഷ്ടമായിരിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ UDF ഇതിൽ ദുരൂഹത സംശയിക്കുന്നത് വലിയങ്ങാടിയിൽ കെട്ടിടം പഴയ പാസ്പോർട്ട് ഓഫീസ് തകർന്ന് 4 പേർ മരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ കോഴിക്കോട് നഗരപരിധിയിൽ 16 കെട്ടിടങ്ങൾ, പാളയം മാർക്കറ്റ് ഉൾപ്പെടെ 16 കെട്ടിടങ്ങൾക്ക് ബലക്ഷയമുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഈ NITയിലെ പ്രൊഫസർമാരെ നിയമിച്ചത്. പക്ഷേ ബാക്കി 15 കെട്ടിടങ്ങളുടെ റിപ്പോർട്ട് നൽകാതെ പാളയത്തിന്റെ മാത്രം ധൃതി പിടിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ ദുരൂഹതയുണ്ട് എന്നാണ് UDF ആരോപിക്കുന്നത്. കാരണം കാരപ്പറമ്പ് മാർക്കറ്റ് ഉണ്ട്, നമ്മൾ ഉൾപ്പെടെ ഹെൽമെറ്റ് തലയിലിട്ടാണ് അവിടെ കയറി റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. ജയന്തി ബിൽഡിംഗ് ഉണ്ട്, അതൊക്കെ തന്നെ ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളാണ്. അത് നേരിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുന്ന കെട്ടിടങ്ങളാണ്. അത്തരം കെട്ടിടങ്ങളിൽ റിപ്പോർട്ട് നൽകാതെ പാളയം മാർക്കറ്റിൽ മാത്രം എന്തോ താല്പര്യം വെച്ച് വേഗത്തിൽ റിപ്പോർട്ട് നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് UDFന്റെ ആരോപണം. ഏതായാലും കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഈ അജണ്ട മുന്നോട്ട് വന്നെങ്കിലും UDFും BJPയും എതിർത്തോടുകൂടി അജണ്ട മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഏതായാലും പാളയം മാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റണമെന്ന നിലപാടിൽ തന്നെയാണ് LDF ഉള്ളത്. പക്ഷേ NITയുടെ റിപ്പോർട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. സാങ്കേതികപരമായിട്ട് അതിനെ UDFിനും BJP എതിർക്കാൻ കഴിയില്ല. ഏതെങ്കിലും കാരണവശാൽ കാറ്റത്തും മഴയത്തും അത് തകർന്നു വീണ് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം UDFിനും BJPക്കും ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നയപരമായ തീരുമാനം ഈ വിഷയത്തിൽ വേണമെന്നാണ് പറയുന്നത്. ഏതായാലും പാളയം മാർക്കറ്റ് പാളയത്ത് തന്നെ വേണമെന്ന നിലപാടിൽ തന്നെ അവിടുത്തെ വ്യാപാരികൾ ഉറച്ചു നിൽക്കുകയാണ്. മാധു, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. അവിടെ ഷെഡുകളാണ്, അത് അപകടാവസ്ഥയിലാണ് എന്നുള്ളതാണ് NICയുടെ റിപ്പോർട്ട്. പക്ഷേ UDFന്റെ നിലപാട് പാളയം മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അന്ന് നമുക്ക് ഓർമ്മയുണ്ട്, പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടനം അവിടെ നടത്തുന്ന സമയത്ത് പാളയം മാർക്കറ്റിൽ വലിയ പ്രതിഷേധം ഇപ്പുറത്ത് നടക്കുന്ന സാഹചര്യമാണ്. മാറാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളൊരു യാഥാർത്ഥ്യവും. ഇനി എന്താണ് എന്നുള്ളത് സമവായങ്ങളിലൂടെ ചർച്ചകളിലൂടെയൊക്കെ ഉണ്ടാവേണ്ടതാണ്.